സത്യത്തിലേ ഈ ആളുകളെയൊക്കെ ഇങ്ങനെ പറ്റിക്കരുത് കേട്ടോ, പറ്റിക്കരുത്, അതാ പറയാൻ പറ്റുള്ളൂ. ഇടുക്കി റൂട്ടിലാണ് നമ്മളിത് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി, നീലക്കുറിഞ്ഞല്ല മേട്ടിക്കുറിഞ്ഞി കാണാൻ വേണ്ടി നമ്മുടെ നിർമ്മല സിറ്റിയിൽ നിന്ന് കയറി പോകണം കേട്ടോ. പോണ വഴിയൊക്കെ നോക്കി പോകണം. ഇങ്ങനെ ഒരു ആടൊക്കെ ഉണ്ട്, ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ ടോപ്പിലേക്ക് കയറി പോവുകയാണേ. അപ്പം നമ്മൾ പലവട്ടം ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കല്യാണത്തണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തണ്ട് പോയാലും നമുക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല കേട്ടോ, അത്ര മനോഹരമാണ്. അപ്പോൾ നീലക്കുറിഞ്ഞി ഈ ഒരു മലയുടെ പല സ്ഥലത്തും വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പോയി കാണാൻ പറ്റുന്നത്, വലിയ റിസ്ക് ഇല്ലാതെ പോയി കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തണ്ടാണേ. എന്താണെങ്കിലും ഇന്നത്തെ കാലാവസ്ഥ അടിപൊളിയാണേ. കാരണം വെച്ചാൽ മഴയില്ല, എന്നാൽ നല്ല തണുപ്പുമുണ്ട്, വലിയ ചൂടുമില്ല, എന്നാലില്ല നല്ല പ്രകാശവുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ ടോപ്പിലേക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇടത്തേക്ക് പിടിക്കണം, ഇവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് പിടിക്കണേ, ഈ കാണുന്ന വഴി കൂടെ. അപ്പോൾ ഇവിടെ നേരത്തെ 1-2 കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയി നമ്മൾ നേരെ ടോപ്പിലേക്ക് കയറി പോവുകയാണ്. അപ്പം മേട്ടുക്കുറിഞ്ഞി കാണാനാണ് നമ്മൾ പോകുന്നത്. എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആളുകളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പടപടാന്ന് വീഡിയോ ഇടുന്നുണ്ട്. കറക്റ്റ് ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രസമുള്ളൂ കാണാൻ. അവിടെ പോയിട്ട് 1-2 ഉണ്ടെങ്കിൽ അവസ്ഥ മോശമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ അവിടെ പോയിട്ട് യഥാർത്ഥമായിട്ടുള്ളൊരു വസ്തുത എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കട്ടപ്പന ഇടുക്കി റോട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ നമ്മളിങ്ങോട്ട് കയറി വന്നാൽ മതി. വണ്ടി ഇതാണ് അവസ്ഥ. ഒത്തിരി ദൂരമൊന്നും കയറിപ്പോയില്ല. നിങ്ങൾ വണ്ടി ഇവിടെ വെച്ച് നടക്കേണ്ടി വരും. പക്ഷേ ബൈക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ വെട്ടിച്ച് മാറ്റിയിട്ട് വെക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്താണെങ്കിലും ബൈക്ക് കൊണ്ട് കയറാവുന്നത്ര നമ്മൾ മാക്സിമം നേരെ കയറുകയാണ്. വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. നോക്കട്ടെ എവിടം വരെ പോകാൻ പറ്റുമെന്ന്. നമ്മുടെ ഇവിടം വരെ എത്തി. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണോ? ഇവിടെ നിർത്താം. അവസാനം ഞാനിതേ അങ്ങനെ കല്യാണത്തണ്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി കേട്ടോ. പൊളി. ഈ കല്യാണത്തണ്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെക്കാം. കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജീപ്പ് എടുക്കണുണ്ട്. ജീപ്പല്ല, വില്ലീസ് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ആദ്യം ജീപ്പ് ഇറക്കിക്കൊണ്ടിരുന്നത്. വില്ലീസും മഹീന്ദ്രകളും കൂടി യോജിച്ചുകൊണ്ടാണ് ജീപ്പ് എന്ന് പറഞ്ഞ് വാഹനം ഇറക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ അവരിപ്പോൾ 2ആയിട്ട് വീണ്ടും വേർപിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മഹീന്ദ്ര താർ ഇറക്കിയത്. ഇതെനിക്ക് തോന്നുന്നത് 1972 രജിസ്ട്രേഷൻ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇതിന് അടിപൊളി അല്ലേ? 69 രജിസ്ട്രേഷൻ അല്ലേ ചേട്ടാ? പേരെന്നേട്ടാ? എൻ്റെ പേര് ആൻ്റണി. ഓക്കെ, ഇവിടെയാണോ? കട്ടപ്പന തന്നെ. നീലക്കുറിഞ്ഞി ഉണ്ടോ? ഞാൻ കണ്ടില്ല. ഞാൻ ഈ മലമണ്ട വരെ കയറി നോക്കിയിട്ട് ഒരിടത്തും കണ്ടില്ല. ഇപ്പുറത്തെ വശം വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ നിന്നാലുണ്ടല്ലോ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു സുന്ദര ദൃശ്യം. നിങ്ങൾ ഓർക്കണം, ജൂലൈ 24-ാം തീയതിയാണ്. ജൂലൈ 24-ാം തീയതി ശരിക്കും നല്ല കനത്ത മഴയൊക്കെ പെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ഇടുക്കി ഡാം കിടക്കണം കേട്ടോ. ഇപ്പോൾ ഒക്കെ കാണാൻ നല്ല ചന്തമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇടുക്കി ഡാം കിടക്കണ കാണാൻ. പ്രത്യേകിച്ച് മഴയൊന്നുമില്ല, എന്നാൽ കൂടുതൽ വെയിലും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളമൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് കലർന്ന ഒരു ഷേപ്പിലാണ് കിടക്കണേ. കണ്ടോ, അങ്ങേറ്റം നമ്മുടെ അഞ്ചുരുളി തുരുത്താണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ അടിയിലാണ് നമ്മൾ അഞ്ചുരുളി തുരങ്കമുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഇടുക്കി ഡാമിൻ്റെ ഒരു സുന്ദരമായിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലേ. നീലക്കുറിഞ്ഞി പോയിട്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് നീലക്കുറിഞ്ഞൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്താണെങ്കിലും ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ ഒന്ന് പോകാം ഈ വഴിയിലേക്ക്. ഈ വഴി എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ ഇറങ്ങി പോയിട്ടില്ല. ഞാൻ ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. എവിടം വരെ പോകാമെന്ന് എനിക്കറിയത്തില്ല. നീലക്കുറിഞ്ഞി തപ്പി നമ്മൾ ഈ മേട്ടിക്കടെ നടക്കണയാണ്. ശരിക്കും പറഞ്ഞാൽ മലയുടെ ടോപ്പിലാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ കണ്ടു എൻ്റെ പൊന്നെ എന്ത് രസം നോക്കി ആ ഇടുക്കി ഡാമിൻ്റെ കാഴ്ച. ഇടുക്കി ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു വൈഡ് കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നോക്കി അവിടങ്ങളിലൊക്കെ കുളമാങ്കൂട് സൈഡിലേക്കൊക്കെ വെള്ളം കയറി കിടക്കുന്ന ആ കാഴ്ചകൾ, ആ മലനിരകളൊക്കെ അടിപൊളിയല്ലേ, സുന്ദരമല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ചുരുളി തുരത്ത്, ഇതിന് തൊട്ട് താഴെ ഫോറസ്റ്റ് ആണെങ്കിലും കുറേ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. ഒറ്റയ്ക്കോട്ട് വല്ല കരടിയൊക്കെ ഉണ്ടാവുമെന്നും അറിയത്തില്ല. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഇവിടെ ഇറങ്ങി വരാൻ പറ്റുന്ന ആളുകൾക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ആ ജലാശയം കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ ഡേഞ്ചറാണ്, നല്ല ഡേഞ്ചറാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു മേട്ടിലൊന്നും അങ്ങനെ നീലക്കുറിഞ്ഞി പൂത്തതായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. കണ്ടില്ലേ ആ മല കണ്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് നീലക്കുറിഞ്ഞി പൂത്ത സ്ഥലമാണ്. കഴിഞ്ഞ ഇതിനു മുമ്പ് പൂത്ത് കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും നോക്കിയേ
ഇതിൻ്റെ നേരെ അടിയിലാണ് നമ്മുടെ അഞ്ചൂരിൽ തുറങ്ങ നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നേരെ അടിയിൽ ആ ജലാശയം കയറി കിടക്കുന്ന കാഴ്ച അല്ലേ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലോ ഈ പ്രകൃതിയുടെ ഭംഗി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കൊതിയാവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടല്ലേ. ശരിക്കും ഇപ്പം ഇടുക്കി ഡാമൊക്കെ ഫുള്ള് നിറഞ്ഞ ഈ കാടിൻ്റെ ഒപ്പം വെള്ളം കയറി കിടക്കേണ്ട സമയമാണ്. പക്ഷെ മഴയില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ശരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോൾ അഞ്ചൂരിൽ ദൂരത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോകണം കേട്ടോ. കാഞ്ചിയാറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ട്രെക്കിംഗ് പോയിൻ്റാണ്. ഇപ്പോൾ ടിക്കറ്റൊക്കെ വെച്ച് ഫോറസ്റ്റിൻ്റെ ഗാർഡുകളെ വിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും സുരക്ഷിതമായിട്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ മിസ്സാക്കരുത്. ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് നമ്മുടെ അഞ്ചുരുളി തുരങ്കം ഉള്ളത്. ഈ ഒരു മേഖലയായിരിക്കും അഞ്ചുരുളി തുരങ്കം. അവിടെ നമുക്ക് തുരുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടെ ഒന്നും നിലക്കുറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു കയറിയാലോ. എവിടെയാണ് നിലക്കുറിഞ്ഞി? മേട്ടുകുറിഞ്ഞി പൂത്തിരിക്കുന്നത് എവിടെയാണ് നോക്കട്ടെ. പിന്നെ മഴക്കാലത്തൊന്നും ആരും ഇങ്ങോട്ട് ഇറങ്ങരുത് കേട്ടോ. ഇവിടെ തെന്നിയാൽ താഴോട്ട് പോകുള്ളൂ. പക്ഷേ ഇതൊരു നടപ്പുഴയാണ്. എനിക്ക് തോന്നുന്ന ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ താഴെ നിന്ന് പെട്ടെന്ന് ഈ മല കയറി നിർമ്മല സിറ്റിക്കൊക്കെ വരാൻ വേണ്ടി നടക്കുന്ന വഴിയായിരിക്കാം എന്ന് ഞാനങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. കുറേ ദൂരം നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ, കുറേ ദൂരം. ഇവിടെയൊക്കെ നീലക്കുറിഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മനുഷ്യരെ പറ്റിക്കിടേന ഇത് കയ്യും കണക്കും വേണ്ട കേട്ടോ. ഓരോരുത്തന്മാരൊക്കെ സ്ഥലവും വീടും പൂക്കളൊക്കെ പറിച്ചോണ്ട് വന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യണം. ഇത് കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ. അയ്യോ, ഞാനങ്ങനെ ഈ മലയുടെ ടോപ്പിലേക്ക് എത്തിട്ടോ. ഞാനിവിടെ നോക്കിയിട്ടൊരു പൂവും കാണുന്നില്ല. എൻ്റെ അമ്മേ, കഴിഞ്ഞ പ്രാവശ്യം ആ മലയൊക്കെ കയറിയിട്ട് അങ്ങ് അറ്റം പോയായിരുന്നു. ഞാൻ മറു സൈഡിൽ എന്താണെങ്കിലും നമ്മളിവിടെ വന്നു. ആ മലയുടെ ടോപ്പിൽ കയറിയിട്ട് ഇനി രക്ഷയുള്ളൂ കേട്ടോ. ഞാൻ ഇതിലൂടെ ട്രെക്ക് ചെയ്ത് പോവാണ് ആ മലയുടെ ടോപ്പിൽ. അവിടെ എങ്ങനെ ഞാൻ നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ടെങ്കിലോ നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് വിട്ടാലോ. നമുക്ക് മല മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടാണെങ്കിലും ഇന്ന് നിങ്ങളെ ഒരു മേട്ടുക്കുറിഞ്ഞാണെങ്കിലും ഞാൻ കാണിക്കും ഇവിടുന്ന്. അത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഏക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ മേളിലിരിക്കുന്ന ആളും മതി. 1 2 3 4 5 6 7 8 9 അടുത്ത ആദ്യ കുരിശിൻ്റെ അടുത്ത് നമ്മൾ എത്തി. നീലക്കുറിഞ്ഞി കാണാൻ പറ്റിയില്ലെങ്കിലും ആ മലയുടെ ടോപ്പിലേക്ക് നമുക്ക് ട്രക്കിങ് നടത്തണം. അതിൻ്റെ മറു സൈഡിൽ മേട്ടുകുറിഞ്ഞി ഉണ്ടാവും. ഷോ, ഞാൻ മാത്രമേ ഉള്ളൂല്ലോ. അയ്യോ, അങ്ങനെ നമ്മൾ വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 11ാം സ്ഥലം, അയ്യോ ഓൾറെഡി 11ാം സ്ഥലം നമ്മളെത്തി. കർത്താവേ, ഓ, ഇവിടെ നിന്ന് ഇനി ആ ടോപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. ടോപ്പ് വരെ പോയാൽ പറ്റൂ. അതിൻ്റെ അപ്പുറത്തെങ്ങാനും കുറഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ട് വെച്ച് കാണിച്ചു തരാം. ശേ, നല്ല ഉച്ച സമയത്താണ് ഞാൻ മല കയറുന്നത്. കുറിഞ്ഞിന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കുറിഞ്ഞി വർക്കത്തിൽപ്പെട്ട ഏതോ ഒരു പൂവാണേ. ഇതൊന്നുമല്ല, ഇത് കാട്ടുപൂവാട്ടോ. അങ്ങനെ നമ്മൾ ഈ മലയുടെ ഏറ്റവും അടിവാരത്താണ് നമ്മൾ ആദ്യം നിന്നത്. ദേ താഴെ ഞാനെന്ന് പറഞ്ഞ അഞ്ചുരുളി ടണ്ണൽ ഇവിടെയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മളിങ്ങനെ കയറുകയാണ്. ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാവോ? അയ്യോ, കുറിഞ്ഞി ഇവിടെ പൂത്തൊലഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തന്മാർ വന്ന് വീഡിയോ ചെയ്യണേ. കയറി പോകുന്ന സ്ഥലം അയ്യോ, ഇനിയുണ്ട് കേട്ടോ. ഇത് 10ാം സ്ഥലമായതേ ഉള്ളൂ. എനിക്ക് മാറിപ്പോയി. ഈ മലയുടെ ടോപ്പ് കയറണമെങ്കിൽ ഇനിയും നമ്മൾ പോകണം. നമ്മൾ ആദ്യം കണ്ടത് 9ാം സ്ഥലമാണ്.
10, 11, 12. അയ്യോ, ഇനി എൻ്റെ സംശയം എന്നാണെന്നറിയോ, ആ കാണുന്ന മേഖലയില്ലേ അവിടെ വല്ലതും കുറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. എന്നാലും വന്നതല്ലേ, ഈ മല കയറിയിട്ട് നമുക്ക് പോകാം. ആ ഒരു മല നമുക്ക് അച്ചീവായിന്ന് പറയാനും പറ്റുമല്ലോ. ദൈവമേ, 2 സ്ഥലവും കൂടെ കയറണം. പോകാല്ലേ? എൻ്റെ തൊപ്പിയൊക്കെ പറന്നു പോകും, കൂടെ ഞാനും പറന്നു പോകുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ആ ടോപ്പിൽ 11ാമത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയായിരുന്നു കേട്ടോ. എൻ്റെ ഉള്ള ശ്വാസം തക്കടി മുക്കടി ആയിപ്പോയി, തക്കടി മുക്കടി. അയ്യോ എൻ്റെ പൊന്നെ. അയ്യോ അയ്യോ, ചങ്ക് പോവാ വിളിക്കുക, ചങ്ക്. ആകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കുരിശുണ്ട്, പിന്നെ നല്ല കാറ്റും കിട്ടും, അത് മാത്രം ആശ്വാസമുള്ളൂ. ഇനി ഇൻ കേസ് നീലക്കുറിഞ്ഞി ഇവിടെ എവിടെയെങ്കിലും പൂത്താൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും കേട്ടോ. അങ്ങനെ ഫൈനലി 2 കുരിശുകളും കയറി തീർന്നായി. മല തീരുവാണ് കൂട്ടുകാരെ, 2 കുരിശുകളെ. അങ്ങനെ കൂട്ടുകാരെ, ആ മല മുഴുവൻ നമ്മൾ കയറി നടന്നപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കുറിഞ്ഞി ചെടികളും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു മുട്ട് പോലും ഇതേലില്ല കേട്ടോ, അത് നിങ്ങൾ ഓർത്തോണ്ട് വരണ്ട. അപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെടിയിൽ കുറച്ച് പൂക്കളുണ്ട്, അതല്ലാതെ ഇവിടെ ഒരു പൂവും പൂത്തിട്ടില്ല. അപ്പോൾ ഈ മല മൊത്തം കയറി നമ്മൾ ട്രക്ക് ചെയ്ത് ഇവിടെ ടോപ്പിലെത്തി എന്നല്ലാതെ നമുക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഹില്ല് അച്ചീവ് ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, ഒരു ട്രക്കിങ് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ മലയുടെ ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിൻ്റെ അകത്താണ്, കാരണം എൻ്റെ കയ്യിലിരുന്ന ക്യാമറ പണി മുടക്കി. അത് ഏതാണ്ട് ഒരു 5 വർഷക്കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ചെറുതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാവേ. അപ്പോൾ ഈ ഒരു പാറയുടെ പൊക്കത്ത് നിന്ന് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ആ ഒരു ഹില്ലിൻ്റെ നമ്മൾ ട്രക്കിങ്ങിൻ്റെ അവസാനം നമ്മളങ്ങനെ നടത്തുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ ബൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊന്ന് പോകണം. അവിടെ പോയിട്ട് അവിടെയും കുറിഞ്ഞി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുരിശിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മളങ്ങനെ ആ ഒരു മല അച്ചീവ് ആയേക്കാണ്. ശരിക്കും കുരിശുമലയുടെ ലാസ്റ്റ് പോയിന്റ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പൊളിയല്ലേ? അപ്പം 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മേട്ടുകുറിഞ്ഞി കാണാൻ വേണ്ടി വന്നാൽ മതി. ഈ മല ഇറങ്ങിയിട്ട് അങ്ങേ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് പോട്ടെ കേട്ടോ. അവിടെ എങ്ങനെ കുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കാണിക്കാം. കൂട്ടുകാരെ, നമ്മൾ നടന്ന് കയറി തീർത്ത മലയാണ് ഇതാ കാണുന്നത് കേട്ടോ. ആ മലയുടെ ടോപ്പിലാണ് ഇപ്പോൾ കുറിഞ്ഞി ചെടി ഉണ്ടായിരിക്കുന്നത്. എന്നാലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഞാനിവിടെ വന്നു കേട്ടോ. ഈ മേഖലയിലും എനിക്ക് കുറിഞ്ഞി കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാലും കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് നോക്കാം. സത്യത്തിലേ ഈ ആളുകളെയൊക്കെ ഇങ്ങനെ പറ്റിക്കരുത് കേട്ടോ, പറ്റിക്കരുത്, അതേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്നിട്ട് കുറച്ച് പേര് സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട്, ഒരു പൂവോ ഒരു ചെടിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ കുറേ പേര് പഴയ ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ട് അങ്ങോട്ട് വിലസുവാണ്. കല്യാണത്തണ്ട് നിറയെ കുറിഞ്ഞ് അങ്ങോട്ട് പൂത്ത് കിടക്കുവാന്നേ. പാവം പിടിച്ച ആളുകളുടെ ട്രാവലറിലും കോട്ടയത്തു നിന്നും അതുപോലെ എറണാകുളത്തു നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ ഇവിടെ വണ്ടി വിളിച്ച് വരുമ്പോൾ കുറിഞ്ഞു പോയിട്ട് കുറിഞ്ഞിൻ്റെ ഒരു ചെടി പോലും കാണാൻ പറ്റത്തില്ല. മല കയറിയാൽ മാത്രം നമുക്ക് കുറച്ച് ചെടി കാണാൻ പറ്റും. അയ്യോ, ഏലച്ചെടിക്കകത്ത് കയറിപ്പോയോ? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ? നോക്കട്ടെ കേട്ടോ. ഇവിടെ സെയിം അവസ്ഥ തന്നെയാണ്. കുറച്ച് കുറിഞ്ഞി ഇവിടെ ഞാനും കാണിച്ചു തരാം. ഈ മേഖലയിൽ കുറിഞ്ഞി ഉണ്ട് കേട്ടോ, പക്ഷേ പൂവില്ല. കൂട്ടുകാരെ, ഈ മേഖലയിൽ കുറച്ച് കുറിഞ്ഞി ചെടികളുണ്ട് കേട്ടോ. കുറേ അധികം കുറിഞ്ഞി ചെടികൾ ഈ മേഖലയിലുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മുട്ട് പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ഒരു പൂ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞാൽ മഴ പെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പൂക്കളുണ്ടാവും. മഴയില്ലെങ്കിൽ കുറച്ചും കൂടെ താമസം വരാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് നിർമ്മല സിറ്റിയിൽ നിന്ന് കല്യാണത്തണ്ട് മലനിരകളുടെ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇത്തരം വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് ബൈൻഡപ്പ് ചെയ്യാം അല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പറയാം, സ്ഥലം കട്ടപ്പന നിർമ്മല സിറ്റിയിൽ നിന്ന് കല്യാണത്തണ്ടിൻ്റെ മലനിരകളുടെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിവിടെ എത്തിച്ചേരുവാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.